ചേട്ടാ ഇതെന്താ ഈ പുരുഷ കമ്മീഷൻ എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താ? ഇവിടെ വൺ ഇന്ത്യ വൺ പെൻഷൻ ഉണ്ട്. ഓക്കെ, അതായത് 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട് 10,000 രൂപ പെൻഷൻ കൊടുക്കുക. അത് അവർക്ക് അർഹതപ്പെട്ടാണ് ഗവൺമെന്റ് ഏതെങ്കിലും വിധേന അത് കൊടുത്തിരിക്കണം. രണ്ടാമത്തേല് പുരുഷ കമ്മീഷൻ. പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ, അവര് വനിതകളുടെ മാത്രം കമ്മീഷനാണ്. പുരുഷന്മാരെ ഈ യുഗത്തില് കൊണ്ട് കുഴി ചാടിക്കുന്നത് സ്ത്രീകളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഈ അതിജീവിതകളുടെ എണ്ണം കുറയും. അപ്പൊ നമുക്ക് അതിജീവിതന്മാര് കുറച്ച് ഇറങ്ങി കഴിയുമ്പോ പ്രശ്നം തീർന്നു, പരിഹരിക്കാം. വേറൊരു കാര്യം ഞാൻ ചോദിക്കാം, ഇത് രാഷ്ട്രീയപരമായിട്ടാണോ അതോ അല്ലാതെ? ഇത് ഒരു രാഷ്ട്രീയമില്ല, എനിക്ക് ഒരു രാഷ്ട്രീയമില്ല, ഒരു മതമില്ല. ഇതിന്റെ രണ്ടിന്റെ അടിമയല്ല ഞാൻ ഫ്രീ ബേർഡ്. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഡ്രസ്സ് ധരിക്കുന്നു, എൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുന്നു, ഇഷ്ടമുള്ള മാരിക്കാര്യം ചെയ്യുന്നു. എനിക്ക് ആരും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഐ എം എ ഹാപ്പി മാൻ. യു ഓൺലി ലീവ് വൺസ്. നമ്മൾ ഒരിക്കലും ജീവിക്കുള്ളൂ. ചത്ത് കഴിഞ്ഞു, കൂത്ത് കഴിഞ്ഞു, എത്ര കോടി ഉണ്ടായാലും കാര്യമില്ല. ഓരോന്നില്ല. പിന്നെ നെവർ ഗിവ് അപ്പ്. നമ്മൾ ഉദ്ദേശിച്ചിറങ്ങി എന്ത് കാര്യം സാധിച്ചിട്ടേ തിരിയുള്ളൂ. ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇമ്പോസിബിൾ ഈസ് നത്തിങ്. എൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും എൻ്റെ ടാറ്റു ചെയ്തിട്ടുണ്ട്. മനസ്സിലായേ? അപ്പൊ നമ്മള് അടിച്ച് പൊളിച്ച് ജീവിക്കുന്നു. ജീവിതം ഒന്നും 70 വയസ്സ് കഴിഞ്ഞ് എനിക്ക് നിങ്ങൾക്ക് വരും. മനസ്സിലായ? അത്രയും തോന്നില്ല കേട്ടോ. അത് തോന്നുന്ന കാര്യമില്ല. അത് തോന്നാണ്ട് ജീവിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാണ്. നമ്മുടെ മനസ്സിന്റെ ഈ കയ്യിലിരിക്കുമായിരിക്കും ബാക്കിയുള്ള. ചാലക്കുടിക്കാരനാണ്, ജോച്ച എന്നറിയപ്പെടുന്നു. തൃശ്ശൂർ ജില്ലക്കാരൻ ജോച്ച, തൃശ്ശൂർ ജില്ലക്കാരൻ. എന്തായാലും ചേട്ടന്റെ ഈ സംരംഭം വിജയിക്കട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, പരിചയപ്പെട്ടതിൽ സന്തോഷം. തുടക്കം മാത്രം. രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നെ ശരിക്കും എന്നെ പ്രചോദിപ്പിച്ചത്, ഈ വഴിക്ക് കൊണ്ടുവന്നത് അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം ജയിലിൽ പോയാലും അവൻ അവസാനം വരെ ജയിലിലൊന്നും കിടക്കില്ല. ഇത് കുറച്ച് രാഷ്ട്രീയക്കാരുടെ കുത്തിപ്പൊക്കലും കളിയാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങളെ, ഈ ചൊറിയണ പെണ്ണുങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പൊക്കൂടെ? ഈ ആണുങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുന്നത് എനിക്ക് അറിയേണ്ടി വയ്ക്കല്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, എനിക്ക് ആരും പേടിയൊന്നുമില്ല. ഇത് വീട്ടിലെ കുടുംബ പെണ്ണുങ്ങളെ ഏത് മറ്റേ എന്ത് കുന്തായാലും ഇവർ ഈ ചതിച്ച് ആണുങ്ങളെ ചതിച്ച് കുഴി ചാടിക്കുന്നല്ലേ? കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയല്ലേ ആ മാങ്കൂട്ടത്തിനെ വിളിച്ച് വരുത്തിച്ച് ആൾക്ക് കെട്ടിയല്ലേ? എന്തായാലും ഒരു കാലത്ത് പുള്ളിയുടെ നിരപരാധിത്വം തെളിവായിരിക്കും. തെളിയിക്കും. പിന്നെ തെളിയായിരിക്കും എന്ന് പറഞ്ഞ കാര്യം തെളിയിക്കും. ഞങ്ങൾ ഒരു പുരുഷ കമ്മീഷൻ കൂടി വന്നിട്ടില്ല. ഈ പെണ്ണുങ്ങളുടെ വിളയാടലൊക്കെ നിർത്തും. അതിൽ ഞാനും ഉണ്ടാവും, തീർച്ചയായിട്ടും ഞാനും ഉണ്ടാവും കേട്ടോ. വിളയാടലൊക്കെ നിർത്തും, വരച്ച വരല് നോക്കും. ആണിന്റെ ഒരു സ്റ്റെപ്പ് താഴെ നിന്നായി പെണ്ണ്. അപ്പോൾ ഓക്കെ, പെണ്ണ് ഭരിക്കുന്ന കുടുംബം നശിച്ചു. സന്തോഷം, പരിചയപ്പെട്ടില്ല. സന്തോഷം. ഒരു വീഡിയോ പിടിക്കാൻ സന്തോഷം. ഓക്കെ.